നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ നടത്തിയ ഗംഭീര റാലി, അതിനുശേഷം വ്യാഴാഴ്ച ദിവസം സെൻസെക്സിൻ്റെ 1000 പോയിൻ്റ് റാലി, വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ഒരു ഫോള്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും ടി സി എസിൻ്റെ റിസൾട്ട് തുടങ്ങുകയാണ്. ജാനുവരി 9-നാണ് ടി സി എസിൻ്റെ റിസൾട്ട്. അതിനുശേഷം ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും റിസൾട്ട് വരും. റിസൾട്ട് കാലഘട്ടം വരികയാണെന്നർത്ഥം. കൂടാതെ തന്നെ ഇന്ത്യയിലെ ലീഡിംഗ് FMCG കമ്പനിയായിട്ടുള്ള ഐ ടി സി സ്റ്റോക്കുകൾ ഡീമർജ് ചെയ്യുകയാണ്. ITC ഹോട്ടൽ ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളും വരുന്നൊരു ദിവസം. ഇന്ത്യയുടെ GDP വരുന്ന ഒരു ആഴ്ചയാണിത്. ഇന്ത്യയുടെ GDP മാത്രമല്ല, ഗ്ലോബലി ഒരുപാട് രാജ്യങ്ങളുടെ PMI ഡേറ്റ കൂടി വരുന്ന ദിവസമാണ്. ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് US നിന്നും വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ആഴ്ചയിലെ കീ ഇവൻ്റാണ്. കൂടാതെ 3 മെയിൻ ബോർഡ് IPO ലൈനപ്പ് ആകുന്ന ഒരു ആഴ്ചയാണ്. ഒരു IPOയുടെ ലിസ്റ്റിങ്ങും ഉണ്ട്. അതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരാഴ്ച തന്നെയാണിത്. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്കും ഡോയും. ഏകദേശം നാസ്ഡാക്ക് 1.7% റാലിയും ഡോ 0.8% റാലിയും നൽകിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 98,000 തൊട്ട് താഴെ, ബ്രന്റ് ഓയിൽ 76, അതിന് താഴെ ഗോൾഡ് $2,640 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്നില്ല. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഫ്ലാറ്റായിരുന്നു. വിപ്രോ 2% ഇടിഞ്ഞു, പിന്നീട് 0.5% കയറി. HDFC ബാങ്ക് 2.5% ഇടിഞ്ഞ അവസ്ഥയിലാണ്. ICICI 1.5% ഇടിഞ്ഞു, അതിനുശേഷം 0.5% തിരിച്ചു കയറി. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ അറ്റ് ദ മണി 24,000 ആ ഡോട്ടഡ് ലൈൻ കാണാം. മേജർ PCR 0.7, മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 24,200, 24,500 റേഞ്ചുകളാണ്. 23,700-ഉം 23,500-ഉം മേജർ സപ്പോർട്ട് സോണുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്ക്. ഞാൻ 2 ബ്രോക്കറാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സറോദി, 2 അപ്സ്റ്റോക്ക്. അപ്സ്റ്റോക്കിൽ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അപ്സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വെക്കാം, ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഇനി സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് വരാണെങ്കിൽ HDFC ബാങ്ക് ഇവരുടെ റിസൾട്ടിന് മുമ്പ് ഇവരുടെ ഡെപ്പോസിറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് വന്നു. ഡെപ്പോസിറ്റ് ഗ്രോത്ത് എല്ലാം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് 4%. കൂടാതെ തന്നെ കമ്പനിയുടെ മറ്റുള്ള ലോൺ ഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിസൾട്ടിന് മുമ്പ് തന്നെ, അതായത് റിസൾട്ടിന് മുമ്പ് തന്നെ ബാങ്കുകളെല്ലാം തന്നെ ബിസിനസ് അപ്ഡേറ്റ് പ്രഖ്യാപിക്കും. അത് പ്രകാരം HDFC ബാങ്ക് ഭേദപ്പെട്ട ഒരു അപ്ഡേറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ITCയുടെ ഡീമർജ് 10 ITC ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ITC ഹോട്ടലിൻ്റെ ഷെയറുകൾ കിട്ടും. അപ്പോൾ ITC ഹോട്ടൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. ബന്ധൻ ബാങ്ക് ലോൺ അഡ്വാൻസ് എല്ലാം തന്നെ 15% വർധനവ് കിട്ടിയിട്ടുണ്ട്. ICICI ബാങ്ക് ഇവർക്ക് GST ഡിമാൻഡ് നോട്ടീസ് കിട്ടി. 100 കോടിയുടെ GST ഡിമാൻഡ് നോട്ടീസ് പെനാൽറ്റിയാണ് കിട്ടിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. NTPC ഗ്രീൻ കമ്പനി ഇവർക്ക് 1000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഒരു സോളാർ പ്രൊജക്റ്റ് ഉത്തർപ്രദേശിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ടാറ്റ എലക്സി കമ്പനി ക്വിൽക്കമായിട്ട് ഇവർ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ക്വിസ് ഗ്രൂപ്പ് ഇൻകം ടാക്സ് റീഫണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 124 കോടിയുടെ റീഫണ്ടാണ് കിട്ടിയിട്ടുള്ളത്. HJ ഇൻഫ്ര കമ്പനി ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡായിട്ട് 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി എനർജിങ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ലഭിച്ചു. ഇന്ത്യൻ ബാങ്ക് ഇവരുടെ ടോട്ടൽ ബിസിനസ് 8.5% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചത്. ഡെപ്പോസിറ്റ് 7% വർദ്ധിച്ചു. അഡ്വാൻസ് 9.5% വർദ്ധിച്ചു. ധനലക്ഷ്മി ബാങ്ക് 8% ഇവരുടെ ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് ബിസിനസ് അപ്ഡേറ്റ് പുറത്തുനിന്നു. ഇവരുടെ AUM 28% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്ര കമ്പനി 5 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു.
നസാറ കമ്പനി ഇവർ മൂൺഷൈൻ്റെ 47% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. M&M ഫിനാൻസ് കമ്പനി 7% ലോൺ ഡിസ്ട്രിബ്യൂഷനിൽ വർധനവ് കമ്പനി രേഖപ്പെടുത്തി. UCO ബാങ്ക് കമ്പനി ഇവർ ടോട്ടൽ അഡ്വാൻസ് 16% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. ടോട്ടൽ ഡെപ്പോസിറ്റ് 10% വർദ്ധിച്ചു. RVNL കമ്പനി വിശാഖപട്ടണം പോർട്ടായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. JSW ഇൻഫ്ര കമ്പനി ഇവർ റെയിൽവേ അഡ്മിനിസ്ട്രേറ്റർ നോർത്തേൺ റെയിൽവേയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഡീപ്പ് ഇൻഡസ്ട്രീസ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ ONGCയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. 90 കോടി രൂപയുടെ ഓർഡറാണ്. റൈൻമണ്ട് ലൈഫ് സ്റ്റൈൽ കമ്പനി ഇവരുടെ CFO റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. DCS സിസ്റ്റം കമ്പനി $56 മില്യൺ ഓർഡർ ലഭിച്ചു. രാമ ഫോസ്പേസ്റ്റ് കമ്പനി ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ട്രേഡ് ബഡി ടാബിൽ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ്, റിസൾട്ടിൻ്റെ കലണ്ടർ, ഇനി റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും. ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് കാണാം. താങ്ക് യു ഓൾ.